ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ അങ്ങനെ ഒരു യുകെ ലൈഫിൻ്റെ രണ്ടാം വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി രാവിലെ എനിക്ക് കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ട്. ഫോണൊക്കെ തോണ്ടി നിൽക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ എയർപോർട്ട് കാണാനില്ലെന്ന് സത്യാവസ്ഥ മനസ്സിലാക്കിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ വേഗം നടന്നു തുടങ്ങി നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. എന്ന് വെച്ചാൽ അവിടെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കെല്ലാം നടക്കുന്നത്. എന്നോടൊപ്പം സഞ്ജയ് ഉണ്ടായിരുന്നു. സഞ്ജയ്ക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജയുടെ ഒപ്പമാണ് ഞാൻ പോകുന്നത് എയർപോർട്ട് എടുക്കാനായിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം അവിടേക്ക് തന്നെ വെച്ച് കാച്ചി എൻ്റെ എയർപോർട്ട് എടുത്ത് തിരിച്ചു പോകുന്നു. റൂമിലെത്തി കുറച്ച് നേരം പഠിച്ചു. ഇതാണ് എൻ്റെ നമ്മുടെ സെറ്റപ്പ് വരുന്നത്, അതായത് സ്റ്റഡി ടേബിളിൽ സെറ്റപ്പ് വരുന്നത്. ഇവിടെ ഞാൻ കുറച്ച് നേരം പഠിച്ച് കുറച്ച് നേരം സൈഡിലേക്ക് നോക്കുമ്പോഴാണ് 2-3 പുസ്തകം കണ്ടത്. ഏതോ ഒരു ജാമ്പുവിൻ്റെ കാലത്ത് ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകമാണ് വരുന്നത്. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഫൈൻ വരുന്ന അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി ഞാൻ ഇറങ്ങി. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ ഇനി ഒരു കാർഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. അതായത് ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത്. ഇത് കാർഡിലാണ് നമുക്ക് സ്റ്റുഡൻസ് സെൻ്ററിലേക്ക് കയറാൻ പറ്റില്ല, ലൈബ്രറിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം കാർഡൊക്കെ വെച്ച് ഞാൻ എന്തായാലും ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈബ്രറി എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മുടെ ലൈബ്രറി വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കുറച്ച് നേരം നിർത്തുമ്പോൾ അവിടെ ലൈബ്രറിയുടെ മുന്നിലെത്തി. ഇതാണ് ലൈബ്രറിയുടെ ചെക്ക് ഇൻ ഏരിയ വരുന്നത്. ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ഞാൻ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കയറി. ലൈബ്രറിയുടെ ഉള്ളിൽ കയറി ഞാൻ IT ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു, ഈ കാണുന്ന സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചത് എവിടെയാണ് ഞാൻ ഈ ബുക്ക് റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അല്ല, പുറത്തേക്ക് പോകണം, ഇതാണ് ഇവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം വരുന്നത്, ഇവിടെ കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യിലുള്ള 2 ബാധകളെ ഞാൻ പുറത്തേക്ക് എടുത്തു. അതായത് ബാഗിനുള്ളിൽ വെച്ച 2 പുസ്തകങ്ങൾ. പിന്നെ 2 പുറത്തേക്ക് എടുത്ത് ഞാൻ ഇനി തിരിച്ച് അവിടെ ചെക്ക് ഇൻ ചെയ്യാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. ഇനി ഉള്ളിൽ കയറ്റി വെച്ചു, അത് ഉള്ളിൽ പോയി ഞാൻ അടുത്ത പുസ്തകം വെക്കണം. അതുകൊണ്ടും കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ 2 പാദങ്ങൾ ഒഴിഞ്ഞ് കിട്ടി. പഠിക്കാനായിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ വലിയ പഠിപ്പൊന്നും നടന്നില്ല. വെച്ചിട്ട് യൂട്യൂബ് ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബിൽ തന്നെയാണ് മുഴുവൻ പഠിപ്പുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു പുസ്തകം തിരിച്ചു കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഏരിയ, അതായത് നമ്മുടെ സ്റ്റുഡൻസ് സെൻ്ററിൻ്റെ സൈഡിൽ റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ് വരുന്നത്. നല്ല വ്യൂ ആണ്. എനിക്ക് അത്ര ടെൻഷനൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിരിക്കും. ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളവിടെ അക്കോമഡേഷനിലേക്ക് ആഞ്ഞു പിടിച്ചു. അക്കോമഡേഷനിൽ പോയി അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഈ സമയം കണ്ടത് 3:45 അപ്പോൾ നല്ലോണം വിശന്ന് തുടങ്ങി. ഞാൻ വേഗം നമ്മുടെ ചോറ്, ചിക്കൻ, മീനച്ചാറ്, കോക്ക് ഇതൊക്കെ കൂട്ടി നമ്മുടെ റഗ്നറോക്കിൻ്റെ ഒരു സീരീസും കണ്ടിരുന്നു. പിന്നെ മനസ്സിലായി ഇനി പഠിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വേഗം കുറച്ച് ഇരുന്ന് പഠിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.